I bring you warm greetings in the name of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. I bring you greetings from the Christian people in Singapore. സിംഗപ്പൂരിൽ അധിവസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ സ്നേഹം നിങ്ങൾക്ക് പങ്കിടട്ടെ. Our churches also send you greetings. അവിടെയുള്ള സഭകൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. And we thank God for friendship between peoples. ജനങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. Today is the first of the 4 sessions I have to share with you in the Marymount Convention. ഈ മഹായോഗത്തിൽ ഈ വർഷം പങ്കിടുവാൻ ഉദ്ദേശിക്കുന്ന 4 പ്രസംഗങ്ങളിൽ ആദ്യത്തെ പ്രസംഗം ആണ് ഞാൻ നിർവഹിക്കുന്നത്. I want to call my message this afternoon, Jesus Christ, the hope of the ages. യേശുക്രിസ്തു യുഗങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളതാണ് എൻ്റെ വിഷയം. You heard the scriptures read to you just now. ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗം Acts 17:22 to 31 is a record of St. Paul's message. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കേട്ടത് അപ്പോസ്തലന്റെ വിശ്വാസ പ്രഖ്യാപനം അഥേനയിൽ നടത്തിയ പ്രസംഗമാണ്. That day St. Paul had an important message for an important group of people. വിശുദ്ധനായ പൗലോസ് ലീഹായിക്ക് അഥേനയിലെ ജനങ്ങളോട് ഒരു പ്രത്യേകമായ സന്ദേശം ഉണ്ടായിരുന്നു. You see, my friends, he was speaking in a great city of Athens in a place known as the Areopagus. അരിയോപേഗ എന്ന് പറയുന്ന അഥേനയിലെ ദേശത്ത് അപ്പോസ്തലൻ സംവാദിക്കുകയാണ്. Athens was the intellectual capital of the Greek world. യവനായ ലോകത്തിന്റെ ബുദ്ധിരാക്ഷസന്മാരുടെ ഇടമായിരുന്നു അഥേന എന്ന ദേശം. And the Areopagus was where the scholars were all gathering together. ബുദ്ധിജീവികൾ ഒത്തുചേരുന്ന ഇടമായിരുന്നു അരേബേഗസ്. You see, St. Paul had courage to face intellectual challenges to the message of the Lord Jesus Christ. യവനായ ദേശത്തെ ബുദ്ധിജീവികളോട് അഭിസംബോധന ചെയ്യാനുള്ള ആത്മധൈര്യം ഇവിടെ അപ്പോസ്തലനിൽ നാം കാണുകയാണ്. In fact, if you paid attention to his message, you will notice that Paul was a positive person with a positive message. ഇവിടെ നാം അപ്പോസ്തലനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ പ്രസാദാത്മകമായ വളരെ ക്രിയാത്മകമായ മനോഭാവത്തോടെ ഇടപെടുന്ന അപ്പോസ്തലനെയാണ് നാം കാണുന്നത്. In verse 22 to 23, we see here that Paul was positive about the people that he was meeting. താൻ കണ്ടുമുട്ടിയ അരിയോപേഗസിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ബുദ്ധിജീവികളായ ജനങ്ങളോട് അപ്പോസ്തലൻ വളരെ പ്രസാദാത്മകമായ മനോഭാവത്തോടെ ഇടപെടുന്നതായി കാണുന്നു. St. Paul says, I walked all over Athens. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആ ദേശമെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. I saw all kinds of gods that you're praying to. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു ആ ദേവന്മാരെയെല്ലാം ഞാൻ അവിടെ ചുറ്റി നടന്ന് കണ്ടു. And St. Paul came to one conclusion. അവിടെ താൻ ഒരു കൺക്ലൂഷനിൽ ഉപസംഹാരത്തിൽ എത്തിച്ചേരുകയാണ്. I can see that you are a religious people. എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു, നിങ്ങൾ വളരെയേറെ മതാത്മകതയുള്ള ഒരു കൂട്ടം ജനമാണ്. Can you see, Paul was positive about people in spite of their religious beliefs and their practices. വ്യത്യസ്തമായ മതബോധവും മതാചാരങ്ങളും അനുഷ്ഠിക്കുന്ന ജനങ്ങളാണെങ്കിൽ പോലും ആ ജനതയോട് വളരെ പ്രസാദാത്മകമായി ഇടപെടുന്ന അപ്പോസ്തലനെ നാം ഇവിടെ കാണുകയാണ്. Paul is showing us here that he was trying to be a good neighbor. ഇവിടെ അപ്പോസ്തലൻ നമുക്ക് വരച്ചു കാട്ടുന്ന മാതൃക ഒരു നല്ല അയൽക്കാരന്റെ ദൃഷ്ടാന്തമാണ്. He wanted to be a good neighbor, showing kindness and grace. എല്ലാവരോടും ഔദാര്യപൂർവ്വം സൗഹൃദമായി ഇടപെടുന്ന ഒരു അയൽക്കാരനെ അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. Even if they were people that did not know the gospel. സുവിശേഷത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയാത്തവരാണെങ്കിൽ പോലും അവരോട് വളരെ അനുകൂലമായി ഇടപെടുന്ന അപ്പോസ്തലൻ. I hope they can say that about us. ഇത് നമ്മെക്കുറിച്ചും ഒരുപക്ഷെങ്കിൽ പറയാം. That Christians in the Asian continent are good neighbors. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിജീവിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ നല്ല അയൽക്കാരാണ്. We're good neighbors even with people who don't believe in Jesus. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളോടും വളരെ അനുതാപപൂർവ്വം സഹതാപൂർവ്വം ഇടപെടുന്ന നല്ല അയൽക്കാരാണ് നാം ഓരോരുത്തരും. Paul was positive about people. ജനങ്ങളോട് പ്രസാദാത്മകമായി ഇടപെടുന്ന അപ്പോസ്തലൻ ഇവിടെ നമുക്ക് കാണാം. Paul was also positive about the living God. ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അപ്പോസ്തലൻ ഇതേ മനോഭാവം പുലർത്തുകയാണ്.
In Acts 17, verse 24 to 25, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ St. Paul made 4 positive statements about God. വളരെ ക്രിയേറ്റീവായ, ക്രിയാത്മകമായ, പ്രസാദാത്മകമായ 4 പ്രഖ്യാപനങ്ങൾ അപ്പോസ്തലൻ ഇവിടെ നടത്തുകയാണ്. Number 1, he said, God is a creator of everything. ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ്. Number 2, he preached that God is Lord of all. വീണ്ടും താൻ പറയുകയാണ്, ദൈവം സകലരുടെയും കർത്താവാണ്. And number 3, Paul says God does not need anything from us. മൂന്നാമതായി അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് നമ്മിൽ നിന്ന് യാതൊന്നും ആവശ്യമില്ല. And number 4, Paul preached that God gives life. All life comes from God. എല്ലാ ജീവന്റെയും ഉറവിടം ദൈവമാണെന്ന് അപ്പോസ്തലൻ ഊന്നി പറയുകയാണ്. You notice Paul said God is the creator of everything. ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണെന്ന് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. He didn't say God was everything. ദൈവമാണ് എല്ലാം എന്ന് താൻ പറയുന്നില്ല. He said God made everything, but God is not everything. ദൈവം സകലവും സൃഷ്ടിക്കുന്നു, എന്നാൽ ദൈവം അല്ല എല്ലാം എന്ന് അപ്പോസ്തലൻ പറയുന്നു. There's a big difference between the creator and his creation. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വലിയ അന്തരമുണ്ട്. God is a creator of everything. ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണ് എന്ന് നാം മനസ്സിലാക്കുക. Paul had a clear message about the living God that he could proclaim. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ വസ്തുനിഷ്ഠമായ ഒരു സന്ദേശം നൽകുവാനുണ്ടായിരുന്നു. Thirdly, Paul spoke positively about God's actions in a human story. മാനവ ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് വളരെ വ്യക്തതയോടെ അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. In verse 26 to 28, 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ Paul says that God's invisible hand is involved in the story of all peoples of the world. ദൈവത്തിന്റെ അപരിമേയമായ കരങ്ങൾ മനുഷ്യന്റെ എല്ലാ സൃഷ്ടി പ്രക്രിയകളിലും ഉണ്ട് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. So God is involved in your story. ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുന്നവനാണ്. The story of your people. നമ്മുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടവനാണ്. God is involved in my story. ഇവിടെ വചനം പങ്കിടുന്ന പ്രിയ കർത്തൃദാസന്റെ ജീവിതത്തിലും ദൈവം ഇടപെട്ടവനാണ്. The story of my people. അവിടെയുള്ള ക്രിസ്തു വിശ്വാസിയുടെ ചരിത്രത്തിലും ദൈവം ഇടപെട്ടവനാണ്. And you must remember that the story is not over yet. ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. But in verse 27, 27-ാം വാക്യം വായിക്കുമ്പോൾ Paul declared God's desire for the nations. ദൈവത്തിന് ജനതയോടുള്ള ആഗ്രഹത്തെയും വാഞ്ചയെയും കുറിച്ച് അപ്പോസ്തലൻ 27-ാം വാക്യത്തിൽ നമ്മോട് പറയുകയാണ്. God's desire is for everyone to draw close to him. ദൈവത്തോട് സകല ജനതയും അടുത്തു വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, വാഞ്ച എന്ന് അപ്പോസ്തലൻ നമ്മെ അറിയിക്കുന്നു. God's desire is for you, for me, and for everyone to draw close to him. ഞാനും നിങ്ങളും നാം എല്ലാവരും ദൈവത്തിന്റെ അരികിലേക്ക് ഓടി അടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇച്ഛ, ദൈവത്തിന്റെ ആഗ്രഹം. Now in verse 28, we see something interesting. 28-ാം വാക്യത്തിൽ അല്പം കൂടെ ശ്രദ്ധാർഹമായ ഒരു സംഗതി കാണാൻ സാധിക്കുന്നു. Paul started to quote from some of the Greek poets. ഗ്രീക്ക് കവിമാർ ചൊല്ലിയ കവിതകളിൽ നിന്ന് ചില കാര്യങ്ങൾ അപ്പോസ്തലൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. Paul quoted from the Greek poets who were not believers. വിശ്വാസികളല്ലാതിരുന്ന യവനായ കവിമാരുടെ കവിതകളിൽ നിന്ന് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. And so we see a very simple principle. വളരെ ലളിതമായ ഒരു തത്വം ഇവിടെ നമുക്ക് കാണാം. There are seeds of truth in the wisdom writings of the nations. ഈ ദേശങ്ങളിലെ ജ്ഞാന സാഹിത്യത്തിലും വളരെ സ്പഷ്ടമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. And therefore Christians should be knowledgeable. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികൾ ചുറ്റുപാട് ലോകത്തിലുള്ള എല്ലാ അറിവുകളിൽ നിന്ന് ജ്ഞാനം നേടേണ്ടതാണ്. And not be close-minded. ഇവിടെ നാം നമ്മുടെ മനസ്സിനെ അടച്ചു വെക്കേണ്ടവരല്ല. Read the Bible. വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കണം. Read also other books that give human wisdom. മനുഷ്യന് ജ്ഞാനം നൽകുന്ന ഇതര പുസ്തകങ്ങളും നാം ശ്രദ്ധയോടെ വായിക്കണം. It's good to know God's book. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. But it's also good to know the other books as well. മറ്റ് പുസ്തകങ്ങളും ശ്രദ്ധാപൂർവം നാം വായിക്കുന്നതും മനനം ചെയ്യുന്നതും നല്ലത് തന്നെ. It's good for Christians to be knowledgeable and not to be close-minded. ഒരിക്കലും ക്രിസ്തു വിശ്വാസികൾ അടഞ്ഞ മനസ്സോടെ മനസ്ഥിതിയോടെ ജീവിപ്പാൻ ശ്രമിക്കരുത്.
St. Paul showed that he was knowledgeable about the wisdom writings of others. അപ്പോസ്തലൻ പറയുകയാണ്, മറ്റു മതങ്ങളിലെ ജ്ഞാന സാഹിത്യങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ എനിക്കറിയാം. And he could pick out those things which are true. അതിൽ ഉൾക്കൊള്ളുന്നതായ സത്യങ്ങളെ താൻ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുകയാണ്. And he can put aside those things which are not helpful. തനിക്ക് ഇഷ്ടമില്ലാത്ത, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സൈഡിലേക്ക് മാറ്റിവെക്കുകയും, And in so doing, Paul spoke positively about God's actions in a human story. അവയിൽ കാണുന്നതായ ദൈവ പ്രവർത്തനങ്ങളെ, ചരിത്രത്തിലുള്ള ദൈവ ഇടപെടലുകളെ താൻ സാംശീകരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. Thirdly, in verse 29, 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Paul was gracious even when speaking about bad religious practices. ഇവിടെ അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ നമ്മെ അറിയിക്കുന്നത് തെറ്റായ മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് താൻ വിവരിക്കുന്ന ഇടത്ത് തന്നെ, വേളയിൽ തന്നെ താൻ വളരെയേറെ ഔദാര്യപൂർവം ആ മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. St. Paul warns against the corrupting influence of idol worship. ബിംബ ആരാധനയുടെയും തെറ്റായ മതാനുഷ്ഠാനങ്ങളുടെയും സ്വാധീനങ്ങളെ കുറിച്ച് താൻ വിമർശനാത്മകമായി ഇവിടെ പറയുന്നു. Yet he did so in a diplomatic way. എന്നാൽ താൻ ഇത് പറയുമ്പോൾ തന്നെ വളരെയേറെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെയേറെ ശ്രദ്ധയോടുകൂടെ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലാണ് താൻ ഈ കാര്യം പറയുന്നത്. And so I say to everyone who wants to preach the gospel, സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും, we're not here to preach to please people. നാം ഇവിടെ ആയിരിക്കുന്നത് ജനത്തെ സന്തോഷിപ്പിക്കുന്ന സന്ദേശം നൽകുവാനല്ല. It's more important to please God. ഇവിടെ നാം ആയിരിക്കുന്നത് ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന സന്ദേശം പകരുവാനാണ്. So I believe it is important to warn against spiritual danger. അതുകൊണ്ട് ഓരോ സുവിശേഷ പ്രഘോഷണത്തിലും ആധ്യാത്മിക അപജയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് അനിവാര്യമായിരിക്കുന്നു. But it's also important to do so with grace and with kindness. അപ്പോൾ തന്നെ നാം ഇത് ചെയ്യുമ്പോൾ തന്നെ നാം വളരെ ഔദാര്യപൂർവ്വം കരുണാർദ്രമായ മനോഭാവത്തോടുകൂടെ ഈ വിധമായ സംഗതികൾ ഇടപെടേണ്ടതാണ്. Now Paul was a positive preacher. പൗലോസ് അപ്പോസ്തലൻ വളരെ ക്രിയാത്മകവും പ്രസാദാത്മകവുമായ ഒരു സുവിശേഷ വാഹകനായിരുന്നു. And he fearlessly made a gospel call in verse 30 to 31. 30-31 വാക്യങ്ങളിൽ സധൈര്യം സുവിശേഷം അഥേനയിൽ അരബയോക്കുന്നിൽ പ്രസംഗിക്കുന്ന അപ്പോസ്തലനെ നാം കാണുകയാണ്. In the midst of all the great scholars at the Areopagus, he was not ashamed of the gospel. അവിടെ ഒത്തുചേർന്നതായ യവനായ ബുദ്ധിരാക്ഷസന്മാരുടെ മുൻപിൽ താൻ ഒട്ടും തന്നെ ഭയമില്ലാതെ നിർമ്മലമായ സുവിശേഷത്തെ ശക്തിയോടെ പ്രഘോഷിക്കുകയാണ്. Listen to verse 30 and 31. 30-31 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുക. In the past, God overlooked such ignorance, but now he commands all people everywhere to repent. For he has set a day when he will judge the world with justice by the man he has appointed. He has given proof of this to everyone by raising him from the dead. 30-31 വാക്യങ്ങൾ ഇപ്രകാരം: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മനുഷ്യരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. Paul fearlessly preached the gospel to the philosophers. അവിടെ ഒത്തുചേർന്ന ജനതയോട് അപ്പോസ്തലൻ ഭയരഹിതമായി സുവിശേഷത്തിന്റെ സന്ദേശം പങ്കിടുകയാണ്. And this is what he said. താൻ ഇപ്രകാരം പറയുന്നു: The certainty of judgment day. എല്ലാവരുടെയും ന്യായം വിധിക്കുന്ന ഒരു ദിനം നമ്മുടെ മുൻപിൽ ഉണ്ട്. Judgment day is coming. ന്യായവിധിയുടെ ദിനം ആസന്നമായിരിക്കുന്നു. And because judgment day is coming, everyone must repent. ന്യായവിധിയുടെ ദിവസം ആസന്നമായിരിക്കാൻ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. The certainty of judgment day is a reason for repentance and holy living. ന്യായവിധിയുടെ സുനിശ്ചിതത്വമാണ് നാം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവ സന്ദേശത്തിന്റെ ഉള്ളടക്കം, ഉൾക്കാഴ്ച. St. Paul says God commands everyone everywhere to repent. അപ്പോസ്തലൻ വളരെ ശക്തമായി അസന്നിഗ്ധമായി പറയുകയാണ്, എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം. That means all must repent. അതുകൊണ്ട് ഏവരും മാനസാന്തരപ്പെടാനുള്ള സന്ദേശം അപ്പോസ്തലൻ നൽകുന്നു. But if all must repent, then all can repent. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മാനസാന്തരപ്പെടുവാനുള്ള സാധ്യതയും ഇവിടെ അറിയിക്കുകയാണ്. All can repent because God will never ask you to do something that he will not help you do it.
എല്ലാവരും മനസ്സാന്തരപ്പെടണം, എല്ലാവർക്കും മനസ്സാന്തരപ്പെടാം എന്ന് പറയുന്നതിന്റെ കാരണം ദൈവം നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും നമ്മോട് പറയുന്നില്ല. And so I say to you this afternoon, all must be saved, all can be saved. ഈ സായാഹ്നത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും മാനസാന്തരപ്പെടുക, എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. Next, the Apostle Paul preached the reality of Jesus Christ. വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, മനുഷ്യന് മുൻപിൽ അവതരിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ്. Jesus Christ is special. താൻ പ്രത്യേകതയുള്ളവനാണ്, അതുല്യനാണ്. Listen to what Paul says. അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് ശ്രമിക്കാം. Jesus Christ is the man that God has appointed to judge all men on Judgment Day. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. Jesus Christ is special. There's no one like him. യേശു ക്രിസ്തുവിനെ പോലെ തനിക്ക് പകരം വയ്ക്കുവാൻ, തുല്യത വയ്ക്കുവാൻ മറ്റാരും ഈ ലോകത്തിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. He's the only man appointed by God to judge all men. എല്ലാവരെയും ന്യായം വിധിപ്പാൻ ദൈവം നിശ്ചയിച്ചവൻ ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ. And so listen to this. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. On the last day, അവസാന ന്യായവിധി ദിനത്തിൽ, on Judgment Day, ന്യായവിധിയുടെ പ്രത്യേക സമയത്ത് Jesus Christ will be the most important man on that day. ന്യായവിധിയുടെ ദിവസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. For he is that man that God has appointed to judge all men and women. എല്ലാവരെയും ന്യായം വിധിപ്പാൻ ദൈവം നിർണയിച്ചയച്ചവൻ അവൻ തന്നെ. And therefore St. Paul proclaimed the reality of Jesus Christ. അതുകൊണ്ട് അപ്പോസ്തലൻ യേശു ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ ശക്തിയുക്തം പ്രഘോഷിക്കുകയാണ്. That you and I must come to terms with Jesus Christ. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ പാതയിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ശൈലിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. Because one day, no matter who we are, we will stand before him. നാം എല്ലാവരും ഒരു ദിവസം നാം ആരായിരുന്നാലും തന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. I want to challenge us to think a little bit, to reflect a little bit on what the Apostle Paul was preaching here. അല്പം കൂടെ ഈ സന്ദേശം വ്യാഖ്യാനിച്ച് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Do you remember the title of my message? ഞാൻ നൽകിയതായ ഈ സന്ദേശത്തിന്റെ അർത്ഥവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. My message is entitled Jesus Christ, the hope of the ages. യേശു ക്രിസ്തു യുഗങ്ങളുടെ തലമുറകളുടെ പ്രത്യാശ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. So the question is, why then is Jesus Christ the hope of the ages if he is going to be my judge? എന്നാൽ യേശു ക്രിസ്തു എന്റെ ന്യായകർത്താവായി വരുന്നവനാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് എന്റെ പ്രത്യാശയായി തീരുന്നത്? If Jesus is going to judge me, how then can he be my hope? യേശു ക്രിസ്തു എന്നെ ന്യായം വിധിക്കുന്നവനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ എന്റെ പ്രത്യാശയായി ഭവിക്കുന്നത്? I want you to think about this. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus Christ is our hope on the last day. യേശു ക്രിസ്തു അന്ത്യദിനത്തിലും നമ്മുടെ പ്രത്യാശയായിരിക്കും. Because the man who will judge us is the same person who did everything possible to save us. കാരണം നമ്മെ ന്യായം വിധിക്കുവാൻ എഴുന്നള്ളി വരുന്നവനാണ് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലതും പൂർത്തീകരിച്ചവൻ. Listen to this. ശ്രദ്ധിക്കുക. Our judge is the same person who has willingly given his life to save us. സ്വമനസ്സ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയവനാണ് നമ്മെ ന്യായം വിധിക്കുവാൻ മടങ്ങി വരുന്നവൻ. What is this proof? എന്താണ് ഇതിന്റെ ഉദാഹരണം? ഇതെങ്ങനെ സ്പഷ്ടമാക്കാം? It means this. ഇതിന്റെ അർത്ഥം ഇതാണ്. Jesus Christ, our judge, is not against us. നമ്മെ ന്യായം വിധിക്കുവാൻ മടങ്ങി വരുന്നവൻ ഒരിക്കലും നമുക്കെതിരല്ല. Jesus Christ, our judge, is for us and not against us. അവൻ നമുക്ക് വേണ്ടിയാണ് വരുന്നത്, അവൻ നമ്മോട് കൂടെയുള്ളവനാണ്. Wouldn't it be terrible if you were dragged to court tomorrow? അവൻ നമ്മെ സ്വീകരിപ്പാനായി വരുന്നവനാണ്. And the judge who is going to judge you is someone who hates you. നമ്മെ ലോകപ്രകാരമുള്ള ന്യായം വിധിക്കുന്നവർ പലപ്പോഴും നമ്മെ എതിർക്കുന്നവരാണ്, നമ്മെ തള്ളിക്കളയുന്നവരാണ്. But the Bible tells us that the one who will judge us is the one who has done everything possible to save us. എന്നാൽ വേദപുസ്തകം പറയുകയാണ്,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ന്യായം വിധിക്കുന്നവനാണെങ്കിലും അവൻ നമുക്ക് വേണ്ടി സകലവും പൊരുളായി നൽകിയവനാണ്. Jesus Christ, the judge of all humanity, സകല മാനവജാതിയുടെയും ന്യായകർത്താവായി യേശു ക്രിസ്തു മടങ്ങി വരും. is not against us, he is for us. അവൻ നമുക്കെതിരല്ല, നമ്മോട് കൂടെയുള്ളവനാണ്, നമ്മോടൊപ്പം ഉള്ളവനാണ്. And that's why he is my hope and he is your hope for the last day. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പ്രത്യാശയായിരിക്കുന്നത്, എൻ്റെ പ്രത്യാശയായി നിങ്ങളുടെ പ്രത്യാശയായിരിക്കുന്നത്, ന്യായവിധി ദിവസത്തിൽ നമ്മുടെ പ്രത്യാശയായി വരുന്നവനായിരിക്കുന്നത്. വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നു. വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുകയും ആ വചനത്തിന് അനുസരണമായി വചന ജീവികളായി ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി ജീവിക്കുന്നതിനുള്ള വെല്ലുവിളിയാണ് മാരാവൺ കൺവെൻഷൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന്. അത് ഏറ്റവും അനുഗ്രഹകരമായി ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷവും അതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ചോദിച്ചതിലും